സംഘടനകളും ഉണ്ടാക്കുമ്പോൾ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ സംഘടനയാണ്. ഇത് പൊതുവേദികളിൽ വെച്ചാവുമ്പോൾ തീർത്തും നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയത്തെ എങ്ങനെയാണ് MSN നോക്കിക്കാണുന്നത് എന്നാണ് എനിക്കറിയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മതം എന്നത് തീർത്തും വൈയക്തിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട, വ്യക്തിയുടെ ആത്മാവിനെയും ഹൃദയത്തെയും ക്രമീകരിക്കേണ്ട ഒരു സംവിധാനമല്ലേ? അതിന് സംഘടനകളുടെ ചട്ടക്കൂടുകൾ സൃഷ്ടിച്ച് പിന്നീടത് സംഘട്ടനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ് എന്നാണ്. തീർച്ചയായും മതത്തെയും മതപ്രവർത്തനത്തെയും സംഘടനകളുടെ ഫ്രെയിമിലേക്ക്, കൂട്ടായ്മയുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ വ്യക്തിയുടെ മതത്തിന്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി തന്നെയാണ്, സംഘടനത്തിനു വേണ്ടിയല്ല. ഒരു കത്തി കയ്യിലുള്ള വ്യക്തിക്ക് ആ കത്തിയെ ആളുകൾക്ക് സേവനവും സഹായവും ചെയ്യാനുള്ള കത്തിയായും, അതേ സന്ദർഭത്തിൽ അതേ കത്തി തന്നെ കൊലപാതകത്തിന്റെ കൊലക്കത്തിയായും ഉപയോഗിക്കാം എന്നതുപോലെ മനുഷ്യരുടെ കൂട്ടായ്മകൾ പലപ്പോഴും സംഘടനകളെയും സംവിധാനങ്ങളെയും പരസ്പര ചേരിതിരിവിന്റെയും പോരാട്ടങ്ങളുടെയും ഉപകരണങ്ങളാക്കി മാറ്റുന്നു എന്നത് നന്മകളുടെ കാരണവും നന്മയുടെ വിഷയവുമാകേണ്ട ഒരു സംവിധാനത്തെ അപ്പാടെ ഒഴിവാക്കാനുള്ള ന്യായം അല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രസക്തമായ ഒരു വശം. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഈ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാം അതിന്റെ എല്ലാ കാര്യങ്ങളെയും, അതല്ലെങ്കിൽ നിരവധി വിഷയങ്ങളെ കൂട്ടായ്മയുടെയും ഒരു കൂടലിന്റെയും അടിസ്ഥാനത്തിൽ നടത്താൻ തീരുമാനിച്ച മതമാണ്. അത് ചിലപ്പോൾ ആരാധനകളാകട്ടെ, അതല്ലെങ്കിൽ ആചാരങ്ങളാവട്ടെ, അല്ലെങ്കിൽ സാമൂഹികമായ കാര്യങ്ങളാവട്ടെ, അതിലൊക്കെ കൂട്ടായ്മയെ സൃഷ്ടിക്കാനുള്ള ശക്തമായ പ്രേരണകൾ, വളരെ ശക്തമായ സംഘാടനത്തിന്റെ രീതിശാസ്ത്രങ്ങൾ മാനവരാശിയുടെ വെളിച്ചമായി, മാനവരാശിക്കുള്ള വെളിച്ചമായി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കൈമാറിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നമസ്കാരം എന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലെ റൂമിൽ നിർവഹിക്കേണ്ട കാര്യമായിട്ടല്ല ഫർള് നമസ്കാരങ്ങളെ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. മറിച്ച് ഫർള് നമസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ അത് ഉണ്ടാകണമെന്ന് ഇസ്ലാം പറഞ്ഞു. പാവപ്പെട്ടവന്റെ അവകാശമായി, ഇവിടുത്തെ രോഗിയുടെയും ഇവിടുത്തെ ദുർബല വിഭാഗങ്ങളുടെയും അവകാശമായി, ഓരോ അവസ്ഥയെത്തിയവന്റെയും 2.5% സക്കാത്ത്, അതിനെ കൂട്ടായ്മയുടെയും ആ ഒരു രീതിയിലുള്ള വിതരണത്തിന്റെയും രൂപം ഇസ്ലാം ആവിഷ്കരിച്ചത് വളരെ കൃത്യമായി നമുക്ക് ഈ രംഗത്ത് മനസ്സിലാക്കാനും വിശകലനം നടത്താനും കഴിയും. രണ്ടാളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ രണ്ടാളുകളിൽ ഒരാൾക്ക് അമീറിനെ നിശ്ചയിക്കണമെന്ന് പഠിപ്പിച്ച മതം വളരെ കൃത്യമായി വിശ്വാസി സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയത് കൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെയാവുക എന്നതാണ്. നിങ്ങൾ സത്യസന്ധന്മാരായി, നിങ്ങൾ സത്യം ഉൾക്കൊണ്ട് നിങ്ങളുടേതായ തലത്തിൽ ജീവിച്ചു പോകാനല്ല, മറിച്ച് നിങ്ങൾ സത്യസന്ധരുടെ കൂടെയുണ്ടാവുക, ഒന്നിച്ചുണ്ടാവുക എന്നത് തന്നെയാണ്. ലോകപ്രശസ്തനായ സലഫി പണ്ഡിതൻ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ഈ ആയത്തിനെ എടുത്തു വെച്ചുകൊണ്ട് വളരെ കൃത്യമായി ഈ രംഗത്തെ, പ്രബോധന രംഗത്ത്, മതപ്രവർത്തനങ്ങളുടെ രംഗത്ത് കൂട്ടായ്മകൾ സൃഷ്ടിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഉണർത്തിയത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. എന്തുകൊണ്ട് കൂട്ടായ്മയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി പ്രോത്സാഹിപ്പിച്ചു എന്നത് അവിടുത്തെ വചനങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നു. ഫഇന്ന ശൈത്വാന മഅൽ ഫദ്ദി, വ്യക്തി ഒറ്റക്കാകുമ്പോൾ പിശാചിനെ അവനെ പിടികൂടാൻ എളുപ്പമാണ്. ഗൈഡ് ലൈൻസുകൾ കൊടുക്കാൻ ആളില്ല, ഉപദേശങ്ങൾ നൽകാൻ ആളില്ല. അവന്റെ ജീവിതത്തിലെ വ്യക്തിപരമോ വിദ്യാഭ്യാസപരമോ അവന്റെ ഭാവി സംബന്ധമോ ആയ കാര്യങ്ങളിൽ, അവന്റെ ജീവിതത്തിന്റെ ലൈഫ് ജംഗ്ഷനുകളിൽ വഴിത്തിരിവ് കാണിക്കാൻ, ഉപദേശകരായി വെളിച്ചം കാണിക്കാൻ ആളില്ലാതെ വരുമ്പോൾ പിശാചിന് അവനെ പൊക്കിയെടുത്ത് പിശാചിന്റെ വഴിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്
മതത്തിന്റെ മതത്തിന്റെ ആചാരരംഗത്തും കർമ്മരംഗത്തുമൊക്കെ വളരെ ശക്തമായി കൂട്ടായ്മ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക പ്രബോധനമെന്നത്, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണമെന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മളാരും വിസ്മരിക്കാതിരിക്കുക. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അസറിന്റെ രത്നചുരുക്കം അതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൽ എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ വിളി കേട്ട് ഒഴുകിയെത്തിയ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ടത് രാത്രിയിൽ നമസ്കരിക്കുന്നവനും സുന്നത്ത് നോമ്പുകൾ നിർവഹിക്കുന്നവനും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഇടപെടുന്നവനുമായൊരു വ്യക്തി, അയാൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കുകയും അതിന്റെ പേരിൽ വരുന്ന വിഷമങ്ങൾ സഹിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടില്ലെങ്കിൽ മതം എന്ന നിലയ്ക്ക്, മുസ്ലിം എന്ന നിലയ്ക്ക് അവന്റെ ബാധ്യത അവൻ പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു അസറിലൂടെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പരിമിതമായ സമയത്തിൽ ഈ നിറഞ്ഞു നിൽക്കുന്ന